ഇതിപ്പോൾ ഇന്നലെ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇന്നലെ നമ്മളെ വീടിൻ്റെ അടുത്തൊരു കല്യാണം ഉണ്ടായിരുന്നു. അമ്പലത്തിൽ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ ആ കല്യാണം. അപ്പോൾ നമ്മൾ അവിടെ പോയപ്പോൾ എടുത്തിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ്. നമുക്ക് മണവാട്ടിനെയും മണവാളനെയും ഒന്നും എടുക്കാനായിട്ട് വീഡിയോസ് എടുക്കാനായിട്ട് പറ്റില്ല, നല്ല തിരക്കായിരുന്നു. കാറ്ററിംഗ് സർവീസ് ആയിരുന്നു കേട്ടോ. നമുക്ക് സദ്യ പ്രസൻറ്റേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അടിപൊളി സദ്യ തന്നെയാണ് കേട്ടോ. പിന്നെ എടുത്ത് പറയേണ്ടത് അവരുടെ ആ ഒരു പ്രസൻറ്റേഷൻ നല്ല ഗുഡായിരുന്നു. പിന്നെ പായസം നല്ല സൂപ്പറായിട്ടുള്ള അടപ്പായസമായിരുന്നു കേട്ടോ. കഴിച്ചാൽ വീണ്ടും കഴിക്കാനായിട്ട് തോന്നും. നല്ലൊരു അടിപൊളി പായസമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ്. ആളുകളൊക്കെ മുന്നിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് ശരിക്കും എടുക്കാൻ പറ്റിയില്ല. പിന്നെ വന്നിട്ടുള്ളത് വൈകുന്നേരം ഞാൻ ഇന്നലെ വിചാരിച്ച് ഞാൻ രാത്രിക്കത്തെ ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ ഒന്ന് കാണിക്കാമെന്ന്. വൈകുന്നേരം പുറത്തിറങ്ങി ഒരു 7 മണി ആയപ്പോൾ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ്. കല്യാണത്തിന് പോയപ്പോൾ നമ്മൾ സദ്യയാണല്ലോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു വൈകുന്നേരം ബീഫ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു കുഷ്ക ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അത് റേഷൻ അരി ഇട്ടിട്ടാണ് കേട്ടോ നമ്മളിവിടെ കുഷ്ക ഉണ്ടാക്കുന്നത്. സാധാരണ നമ്മൾ വെറും ചോറ് വെക്കുന്ന അരി വെച്ചിട്ട് തന്നെയാണ്. പക്ഷേ റേഷൻ അരി ഇട്ടിട്ട് ഞാൻ ആദ്യമായിട്ടാണ് വെക്കുന്നത്. തീയൊക്കെ കത്തിച്ചെടുത്തിട്ട് നമ്മൾ തേങ്ങാച്ചോറും നെയ്ച്ചോറൊക്കെ വെക്കുന്ന സമയത്ത് ആദ്യം കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കിയിട്ട് മാറ്റി വെക്കണം കേട്ടോ. ചോറിൽ എന്തെങ്കിലും പെട്ടെന്ന് വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞ് വരികയാണെങ്കിൽ, ചോറ് വെന്തിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ആ ചൂടുവെള്ളം എടുത്തിട്ട് ഒഴിച്ചാൽ മതി. ഒരിക്കലും നമ്മൾ തേങ്ങാച്ചോറും നെയ്ച്ചോറൊക്കെ വെക്കുന്ന അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. തേങ്ങാച്ചോറ് നെയ്ച്ചോറൊക്കെ വെക്കുമ്പോൾ നമ്മൾ പച്ചവെള്ളം അങ്ങോട്ട് എടുത്തിട്ട് ഒഴിക്കരുത്. അങ്ങനെ ആകുമ്പോൾ ആ വെള്ളം ചൂടായി വരുമ്പോഴേക്കും ചോറ് ഇവിടെ ഇപ്പുറത്ത് നന്നായിട്ട് വെന്ത് കുഴഞ്ഞു പോയിട്ടുണ്ടാവും. നമ്മളെ ചോറൊന്നിനും പറ്റില്ല. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ കുറച്ച് വെള്ളം ചൂടാക്കി വെക്കുകയാണെങ്കിൽ, ഇനിയിപ്പോൾ ഗ്യാസുമേ വെക്കുകയാണെങ്കിലും കുറച്ച് വെള്ളം ആദ്യം ചൂടാക്കി വെക്കുകയാണെങ്കിൽ, നമുക്ക് വെള്ളം കുറവാണ് ചോറിൽ തോന്നുകയാണെങ്കിൽ അതിൽ നിന്ന് എടുത്തു വെച്ചാൽ മതി. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് മൺകലത്തിൽ ആദ്യം കുറച്ച് വെള്ളം ചൂടാക്കാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പുറത്തെ അടുപ്പൊന്ന് കത്തിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഈ വെള്ളം അങ്ങോട്ട് വാങ്ങി വെച്ചിട്ട് ഇതിൽ ചോറ് വെക്കുക കേട്ടോ. അപ്പോൾ റേഷൻ അരി ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. മഞ്ഞൾപ്പൊടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഉലുവയും കൂടി ഇട്ടിട്ട് ഉലുവയും ഇട്ടിട്ട് നമ്മൾ കഴുകിയെടുക്കണം. എന്നിട്ട് നമ്മൾ കൈ അങ്ങനെ വെച്ചിട്ട് ആ ഒരു പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഏത് ജീരകമാണ് തേങ്ങാച്ചോറിൽ ചേർക്കാമെന്നൊക്കെ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടെ വലിയ ജീരകമാണ് കേട്ടോ ചേർക്കാറുള്ളത്. ജീരകം ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ഏലക്കായും ഒരു കഷ്ണം പട്ടയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ഗ്രാമ്പൂ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് തേങ്ങ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ ആ ഒരു തേങ്ങാൻ്റെ പാലും കൂടി അതിലേക്ക് ചോറിലേക്കാകുമ്പോൾ നല്ലതുണ്ടാവും. അപ്പോൾ ഞാൻ അല്ലെങ്കിൽ തേങ്ങ അങ്ങോട്ട് ചിരവിയിട്ട് ചേർത്ത് കൊടുത്താലും മതിയിട്ട്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റും ഉണ്ടാവും. എന്നിട്ട് ചോറ് ഞാൻ ഒരു പകുതി മുക്കാലും ഒരു 1/4 ഭാഗം മാത്രം വേവാനായിട്ടുള്ള ആ ഒരു സമയത്താണ് കേട്ടോ ബീഫ് വേവിച്ചതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഞാൻ ബീഫിലേക്ക് നമ്മൾ സാധാരണ ബീഫ് വെക്കുന്ന പോലെ തന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ വറുത്തിട്ട് വലിയ ജീരകവും അതുപോലെ തന്നെ പട്ടയില, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, വലിയുള്ളി, തക്കാളി എല്ലാം കൂടി ചേർത്ത് വേവിച്ചെടുത്തതാണ്. ഒരുപാട് വെള്ളത്തിലല്ലാണ്ട് ഈ രീതിക്ക് വേവിച്ചെടുത്തതാണ്. എന്നിട്ട് ഇതിലേക്ക് ഞാനിതാ ഒരു 1.5 സവാളയും കറിവേപ്പിലയും നന്നായിട്ട് വെളിച്ചെണ്ണയിൽ വഴറ്റിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് പിന്നെ നമ്മൾ ചോറിലേക്ക് ഇട്ട് കൊടുക്കും. ചോറ് ഒരിത്തിരി കൂടി വെള്ളം പറ്റാനുണ്ട്. ഞാനതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് മല്ലിയിലും കൂടി ഇട്ടിട്ട് ഞാനൊരു 10-15 മിനിറ്റ് അങ്ങനെ ആ ഒരു ചെറിയൊരു കണലിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് തീ ഉണ്ടാവരുത് അടുപ്പിൽ. എന്നിട്ടൊരു 10 മിനിറ്റ് 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ തുറന്ന് നോക്കുന്നത് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചോറൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളും നമ്മുടെ ഈ റേഷൻ അരി വെച്ചിട്ടുള്ള ഈ ഒരു കുഷ്ക ബിരിയാണിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയാണ് നമുക്ക് വീഡിയോസ് ഇടാനുള്ള ഒരു മോട്ടിവേഷൻ തരുന്നത് കേട്ടോ. അപ്പം വീണ്ടും നമുക്ക് നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം കേട്ടോ.